നമസ്കാരം. പ്രധാന വാർത്തകൾ. മഴ. പാലക്കാട് ജില്ലാതല അവലോകന യോഗം കളക്ടറേറ്റിൽ ചേർന്നു. ജില്ലയിൽ 173ഓളം വീടുകൾ പൂർണ്ണമായും 344 വീടുകൾ ഭാഗികമായും തകർന്നതായി റിപ്പോർട്ട്. പട്ടാമ്പി പാലം പരിശോധന നടത്തി അറ്റകുറ്റപ്പണിക്കായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശം. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ തമിഴ്നാട് സ്വദേശിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് 5 പേർ അറസ്റ്റിൽ. കോയമ്പത്തൂർ സ്വദേശികളായ കൊട്ടേഷൻ സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കൊട്ടേഷനാണിതെന്ന് പോലീസ്. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഗ്രാമീണ റോഡുകളുടെ വികസനം ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്ക് 6 കോടി രൂപ അനുവദിച്ചതായി എൻ ശംസുദ്ദീൻ MLA. അലനല്ലൂർ കണ്ണംകുണ്ട് പാലത്തിന് വീണ്ടും 5 കോടി. വൈകാതെ പാലം നിർമ്മാണത്തിന് അനുമതി ലഭിക്കുമെന്നും MLA. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ കണ്ണീരൊപ്പാൻ സഹായഹസ്തവുമായി കൂടുതൽ പേർ. തന്റെ കൊച്ചു സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി 6ാം ക്ലാസ്സുകാരി സ്വാതിക. ദുരന്തബാധിതരെ സഹായിക്കാൻ 100 കടകളിൽ കളക്ഷൻ ബോക്സുകൾ സ്ഥാപിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആനമങ്ങാടി യൂണിറ്റ്. വല്ലപ്പുഴ യാറം മാട്ടായി റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധം ശക്തം. നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ യാത്ര ദുരിതപൂർണമെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. മഴ. പാലക്കാട് ജില്ലാതല അവലോകന യോഗം കളക്ടറേറ്റിൽ ചേർന്നു. മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ജില്ലയിലെ മൺചുമരുകളുള്ള വീടുകളുടെ കണക്കെടുക്കാൻ മന്ത്രി LSTD എഞ്ചിനീയർ വിഭാഗത്തിന് നിർദ്ദേശം നൽകി. പട്ടാമ്പി പാലം പരിശോധന നടത്തി അറ്റകുറ്റപ്പണിക്കായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാനും മന്ത്രി PWD അധികൃതരോട് നിർദ്ദേശിച്ചു. നിലവിൽ ജില്ലയിൽ 173ഓളം വീടുകൾ പൂർണ്ണമായും 344 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. നിലവിൽ തകർന്ന വീടുകൾക്ക് പ്രത്യേക പരിഗണനയിൽ എത്ര നഷ്ടപരിഹാര തുക നൽകാനാവുമെന്നതിൽ സർക്കാർ തലത്തിൽ ചെയ്യാവുന്നത് സംബന്ധിച്ച പരിശോധന നടത്തുമെന്നും മന്ത്രി യോഗത്തിൽ അറിയിച്ചു. വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ നശിച്ചതിൻ്റെ ഭാഗമായി അവയുടെ കൂടി നഷ്ടം കണക്കാക്കേണ്ടതുണ്ട്. ഇതിനായി MLAമാരുടെ നേതൃത്വത്തിൽ തഹസിൽദാർ ഉൾപ്പെട്ട യോഗം അടുത്ത ദിവസം തന്നെ ചേരും. ജില്ലയിലൊട്ടാകെ 1560 ഹെക്ടർ കൃഷിനാശമുണ്ടായതായും 5673 കർഷകരെ ബാധിച്ചതായും 3134.74 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായും കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ഇൻഷുറൻസ് ഇല്ലാത്തവർക്കും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന കർഷകർക്കും മറ്റും നഷ്ടപരിഹാര തുക ലഭ്യമാക്കാനുള്ള സാധ്യത പരിശോധിക്കാൻ മന്ത്രി കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പട്ടാമ്പി പാലം പരിശോധന നടത്തി അറ്റകുറ്റപ്പണിക്കായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ PWD അധികൃതർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പട്ടാമ്പിയിൽ പുതിയ പാലത്തിനായി 43 പേരിൽ നിന്ന് സ്ഥലം ഏറ്റെടുക്കലിൽ അടിയന്തര നടപടിയെടുക്കാനും ഡിസാസ്റ്റർ പ്രിവെൻഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ടെന്നും MLA മുഹമ്മദ് മുഹസിൻ ആവശ്യപ്പെട്ടു. കളക്ടർ പറഞ്ഞതുപോലെ തന്നെ അടിയന്തരമായി വൺവേ ആയി തുറന്നു കൊടുക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണം. നമ്മൾ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് PWD ബ്രിഡ്ജ് ഒന്നുകൂടെ വിശദമായി വെള്ളം ഇറങ്ങിയാൽ പരിശോധിക്കുന്നുള്ളത്. അപ്പൊ ഇന്ന് തന്നെ ആ പരിശോധന കൂടി നടത്തി അതിനുശേഷം അവരെ പോലീസിന്റെ സഹായത്തോടു കൂടി വൺവേ ആയി തുറന്നു കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുക. പക്ഷെ അതുകൊണ്ട് ശാശ്വതമായ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. നമ്മൾ ബഡ്ജറ്റിൽ ഫണ്ട് വെച്ചതാണ് സ്ഥലം ഏറ്റെടുക്കാൻ. ആ പുതിയ പാലം എന്നുള്ളത് വലിയ ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ ആ പുതിയ പാലം ആരംഭിക്കണമെങ്കിൽ സ്ഥലമേറ്റെടുപ്പ് നടക്കണം. സ്ഥലമേറ്റെടുപ്പിന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കളക്ടർ തന്നെ നേരിട്ട് വന്ന് ഞങ്ങൾ MLA ഞാനുണ്ടാവും, അപ്പുറത്ത് മന്ത്രിയെ നമുക്ക് വിളിക്കാം. ആ 43 പേരെ ആണ് സ്ഥലം ഏറ്റെടുക്കേണ്ട ആളുകൾ. അവരെ വിളിച്ച് അഡ്വാൻസ്ഡ് പൊസഷനുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കേണ്ടത്. അപ്പൊ അതിനുള്ള ഒരു പ്രവർത്തനം ഉണ്ടാവണം. നോട്ടിഫിക്കേഷൻ ഇനി ഇറക്കാനുണ്ടെങ്കിൽ അത് വേഗത്തിൽ ഇറക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. വീടിന് നാശനഷ്ടം സംഭവിച്ചവർക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ മുൻഗണന നൽകേണ്ടതാണെന്നും P മമ്മിക്കുട്ടി MLA യോഗത്തിൽ പറഞ്ഞു. കോറികളുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അനങ്ങന്മല ഭാഗത്ത് പുതിയ കോറികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും ആരംഭിച്ചിട്ടുള്ള കോറികളിൽ NOC ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അവിടങ്ങളിൽ സമഗ്ര പഠനം നടത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും P മമ്മിക്കുട്ടി MLA പറഞ്ഞു. യോഗത്തിൽ MLAമാരായ KD പ്രസേനൻ, PP സുമോദ്, മുഹമ്മദ് മുഹസിൻ, K ബാബു, P മമ്മിക്കുട്ടി, ജില്ലാ പോലീസ് മേധാവി R ആനന്ദ്, സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, ADM ഡോക്ടർ MS റജിൽ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി പാലം ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് UDFന്റെ പ്രതിഷേധം. പാലത്തിന് സമീപമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പട്ടാമ്പി പാലം വാഹനഗതാഗതത്തിന് സാധ്യമാവുന്ന തരത്തിലേക്ക് മാറ്റാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാവുന്നില്ലെന്നാണ് UDFന്റെ ആക്ഷേപം. ഇക്കാര്യത്തിൽ അധികൃതർ നിസ്സംഗത വെടിയണമെന്നും UDF ആവശ്യപ്പെട്ടു.
മേലെ പട്ടാമ്പിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം പാലത്തിന് സമീപം സമാപിച്ചു. പാലത്തിൻ്റെ ബലപരിശോധന ഇതുവരെ നടന്നിട്ടില്ല. ഇനിയും ഇക്കാര്യത്തിൽ കാലതാമസം ഉണ്ടാവരുതെന്നാണ് UDFിൻ്റെ ആവശ്യം. പ്രതിഷേധ സമരം DCC എക്സിക്യൂട്ടീവ് മെമ്പർ KR നാരായണസ്വാമി ഉദ്ഘാടനം ചെയ്തു. ഭൂമി പോലെ പട്ടാമ്പിയിലെ കടകൾ തുറക്കാൻ പറ്റാതെ പട്ടാമ്പിയിലെ ആളുകൾക്ക് ചലനശേഷി നഷ്ടപ്പെട്ട രീതിയിലാണ് ഇന്ന് പട്ടാമ്പിയുടെ ദുർഘട അവസ്ഥ എന്നുള്ളിടത്താണ് ഐക്യജനാധിപത്യ മുന്നണി 6ാം ദിവസമായിട്ടും പാലത്തിലൂടെ അതിന്റെ ബലപരിശോധന നടത്താൻ കഴിയാത്ത അധികാരവർത്തികളുടെ നിഷ്ക്രിയതയെ ചോദ്യം ചെയ്യുന്നതിനാണ് ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി ഈ സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. CR റാസി അധ്യക്ഷത വഹിച്ചു. റിയാസ് മുക്കോളി, ഉമ്മർ കിഴായൂർ, KP റസാഖ് എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ തമിഴ്നാട് സ്വദേശിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ. കോയമ്പത്തൂർ സ്വദേശികളായ കൊട്ടേഷൻ സംഘത്തെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. തമിഴ്നാട് കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിൽ 40-കാരനായ പത്മനാഭനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. തമിഴ്നാട് കോവൈപ്പുത്തൂർ മഹാലക്ഷ്മി നഗറിലെ 22-കാരനായ സൽമാൻ ഖാൻ, സഹോദരൻ 21-കാരൻ ഷാരൂഖ് ഖാൻ, കരിമ്പുകടൈ ചേരാൻ നഗർ 36-കാരനായ മുഹമ്മദ് നസീർ, ശങ്കനഗറിലെ 22-കാരൻ മുഹമ്മദ് റസിയ രാജ, മഹാലിംഗപുരം സ്വദേശി 22-കാരനായ സെയ്ദ് അസഹറുദ്ദീൻ എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസം 11-ന് രാവിലെ 7:30ഓടെയാണ് സംഭവം. വാണിയംകുളം കന്നുകാലി ചന്തയിലേക്ക് പോകാൻ വേണ്ടി എത്തിയതായിരുന്നു പത്മനാഭൻ. ഒറ്റപ്പാലത്ത് തീവണ്ടി ഇറങ്ങി മായന്നൂർ പാലത്തിന് സമീപം ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയപ്പോൾ ഒരു സംഘം വെട്ടിയും കുത്തിയും ഗുരുതര പരിക്കേൽപ്പിക്കുകയായിരുന്നു. സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട കൊട്ടേഷനാണിതെന്ന് പോലീസ് അറിയിച്ചു. കോയമ്പത്തൂരിലെത്തിയ പോലീസ് സംഘം ഏറെ സാഹസികമായാണ് പ്രതികളെ അവരുടെ കേന്ദ്രത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. തീവണ്ടിയിൽ പിന്തുടർന്നെത്തിയാണ് ആക്രമണം നടത്തിയെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും മുഹമ്മദ് നസീറും ചേർന്ന് ആക്രമണം നടത്തി. മറ്റ് 2 പേർ ആസൂത്രണത്തിൽ പങ്കാളിയായവരാണെന്ന് പോലീസ് പറഞ്ഞു. നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്കെത്താൻ പോലീസിനെ സഹായിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പത്മനാഭൻ ആരോഗ്യസ്ഥിതി ഭേദമായതിനെ തുടർന്ന് ആശുപത്രി വിട്ടു. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ ഗ്രാമീണ റോഡുകളുടെ വികസനം ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്ക് 6 കോടി രൂപ അനുവദിച്ചതായി N ഷംസുദ്ദീൻ MLA. അലനല്ലൂർ കണ്ണംകുണ്ട് പാലത്തിന് 10 കോടി അനുവദിച്ചതായും MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അലനല്ലൂർ കണ്ണംകുണ്ട് പാലത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഫണ്ടിൽ നിന്ന് 5 കോടിയും ഈ വർഷത്തെ 5 കോടിയും ഉൾപ്പെടെ 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പാലം നിർമ്മാണത്തിൻ്റെ അനുമതിയുമായി ബന്ധപ്പെട്ട രേഖകൾ മന്ത്രിയുടെ ഓഫീസിലാണ്. വൈകാതെ ഭരണാനുമതി ലഭിക്കും. മണ്ണാർക്കാട് അട്ടപ്പാടി റോഡ് നവീകരണത്തിൻ്റെ ആദ്യഘട്ടം ഡിസംബറിൽ പൂർത്തിയാക്കും. 2ാം ഘട്ടമായ ചുരൻ റോഡിൽ 33 കോടിയുടെ പദ്ധതി അന്തിമഘട്ടത്തിലാണ്. മുക്കാലി മുതൽ ആനക്കട്ടി വരെയുള്ള 3ാം ഘട്ടത്തിൻ്റെ പദ്ധതി നിർദ്ദേശവും സമർപ്പിച്ചു. കുമരമ്പത്തൂർ മേലാറ്റൂർ റോഡിലെ കുമരമ്പത്തൂർ മുതൽ കാഞ്ഞിരംപാറ വരെ നവീകരിക്കാൻ 93 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. ഇതിൽ ഈ സാമ്പത്തിക വർഷത്തെ 2024-25 MLA ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന 6 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത്. ഇത് സാമ്പത്തിക വർഷം നമുക്കറിയാം ഏപ്രിലാണ് സാമ്പത്തിക വർഷം ആരംഭിക്കുക. സാധാരണ നമ്മളൊരു മെയ് ജൂണോടുകൂടിയൊക്കെ പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും ഇത്തവണ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ ആയിട്ട് അതിൻ്റെ നടപടികൾ കുറച്ച് വൈകി. എന്നാലും വലിയ കാലതാമസമില്ലാതെ നമ്മളിതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരിക്കുക. അപ്പോൾ ഈ 6 കോടി രൂപയിൽ പ്രാദേശിക വികസനം, ചെറിയ വികസന പദ്ധതികൾക്കാണ് എല്ലാ കാലങ്ങളിലും ഇത്തരം ഫണ്ടുകൾ നമ്മൾ വിനിയോഗിക്കാറുണ്ട്. ഇത്തവണ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടിയുള്ള ആവശ്യം വളരെ ശക്തമായതുകൊണ്ട് പരമാവധി അവ പരിഹരിക്കാൻ ഉള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ ഉൾപ്പെടാത്തത് ഈ തവണത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് ഗവൺമെന്റ് 1000 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പം ഞങ്ങളത് നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും നിരവധി പഞ്ചായത്ത് റോഡുകൾ തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും മണ്ഡലങ്ങൾക്ക് കൃത്യമായ വിഹിതങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്
എൻ്റെ കുഴപ്പമല്ല. കാരണം അതിൽ ചെയ്യാവുന്നതിന് മാക്സിമം ഇപ്പോൾ ഒരു കൊല്ലം 5 കോടിയുടെ പ്രവൃത്തി ബഡ്ജറ്റ് വർക്കിൽ അതാത് MLA-മാർക്ക് പറയാം. ഞാൻ ഈ 2021-22 അത് പറഞ്ഞപ്പോൾ കൊടുത്തത് കണ്ണൻകുണ്ട് പാലാണ്. അപ്പോൾ 5 കോടിയേ ഉള്ളൂ, പാലത്തിന് 10 കോടി വരും, അതുകൊണ്ട് തികയില്ല എന്ന് പറഞ്ഞു. ആ വിവരം അതിൻ്റെ ഓർഡറായിട്ട് നമുക്ക് കിട്ടുന്നത് ഇക്കൊല്ലം. അപ്പോൾ ഇക്കൊല്ലത്തെ ബഡ്ജറ്റിൽ 5 കോടി കൊടുത്തു. കഴിഞ്ഞ കൊല്ലത്തിലെ 5 കോടിയാണ് നമ്മൾ ഈ റോഡുകൾ കൊടുത്തത്. ഇപ്പോൾ 5 ഗ്രാമീണ റോഡ് പറഞ്ഞത് അതുകൂടി കൊടുത്തപ്പോൾ 10 കോടിയായി. അപ്പോൾ അത് ഒപ്പിടാവുന്ന പരുവത്തിലായി വെച്ചിട്ടുണ്ട്. അതോടുകൂടി അത് പിന്നെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ കണ്ണൻകുണ്ട് പാലം ആണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഈ മണ്ഡലത്തിലെ വികസനം ഇനി ബാക്കി ചെയ്യാനുള്ള ഒന്ന്. ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായി അലനല്ലൂർ പഞ്ചായത്തിൽ 1.15 കോടിയും കോട്ടപ്പാടം പഞ്ചായത്തിൽ 95.5 ലക്ഷവും കുമരമ്പത്തൂരിൽ 62.5 ലക്ഷവും തെങ്കര പഞ്ചായത്തിൽ 43 ലക്ഷവും അഗളി പഞ്ചായത്തിൽ 70 ലക്ഷവും മണ്ണാർക്കാട് നഗരസഭയിൽ 75 ലക്ഷം രൂപയും അനുവദിച്ചു. എടത്തനാട്ടുകര GOHSS-ന് ബസ് വാങ്ങാൻ 25 ലക്ഷം രൂപ അനുവദിച്ചു. ഹൈമാസ്റ്റ് മിനിമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാനും തുക അനുവദിച്ചതായി MLA അറിയിച്ചു. വല്ലപ്പുഴ യാറം മാട്ടായ റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധവുമായി നാട്ടുകാരുടെ സമരം. പോലീസ് ഇടപെട്ടാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. വല്ലപ്പുഴ പഞ്ചായത്തിലെ 12-ാം വാർഡിൽ ഉൾപ്പെടുന്ന വല്ലപ്പുഴ യാറം മാട്ടായ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കാൽനട യാത്ര പോലും ദുഷ്കരമായതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ഗതികെട്ടാണ് റോഡ് ഉപരോധിച്ച് സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നതെന്ന് സമരത്തിന് നേതൃത്വം നൽകിയവർ പറഞ്ഞു. എൻ്റെ അമ്മക്ക് സുഖമില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയത്, പിന്നെ ഞങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയുള്ളൂ. ഞെരങ്ങി മൂളിയിട്ട് ഇവിടുന്ന് ഒരു രോഗിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ മാട്ടായിന്ന് യാറം വരെ എത്തി കിട്ടുമ്പോഴത്തിന് ആ രോഗിയുടെ ആരും പാടില്ല, ഒരു ഗർഭിണികളാരും പാടില്ല. റോഡ് പറ്റ പിന്നെ കൊളായിട്ടാണ് കിടക്കുന്നത്. ഒരു 700 മീറ്റർ ടാറിംഗ് ആണ് നമുക്ക് ഈ മാട്ടായ റോഡിന് കിട്ടുന്നത്. കാരണം ഇതുവരെ ഈ റോഡിന്റെ മുകളിൽ ഒരു ഫണ്ട് ഉപയോഗിക്കാത്തൊരു ഭരണസമിതിയും ഗവൺമെന്റാണ് ഇവിടെ നിലകൊള്ളുന്നത്. അതുകൊണ്ടായതുകൊണ്ട് ഈ മാട്ടായാറം ടു കൃഷ്ണദാസ് സ്കൂൾ വരെ ഒരു MLA ആയാലും ശരി, MP ആണെങ്കിലും ശരി, ഒരു ഫണ്ട് ഉപയോഗിച്ച് ജനങ്ങൾക്കും കുട്ടികൾക്കും സ്കൂൾ 2 കിലോമീറ്റർ ഒരു ഗതാഗതം വളരെ ക്ലിയറാക്കി തരണമെന്ന് മാന്യമായി അപേക്ഷിച്ചുള്ളൂ. പ്രതിഷേധം നീണ്ടതോടെ പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. ഒന്നോ ആൾക്കാർക്ക് പ്രശ്നമുണ്ടാവും. പിന്നെ ഹോസ്പിറ്റൽ കേസ് വന്ന് ഞങ്ങൾ ഒഴിവാക്കി. സ്വാഭാവികമായിട്ടും വഴി തടയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്രിമിനൽ കുറ്റമാണ്. അത് നിവൃത്തിയോടാണ് കാരണം ദിവസം 3-4 ആൾ വീണുകൊണ്ടിരിക്കുക. ദിവസം 3-4 ആൾക്കാർ വീണു. തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇത് സൂചന മാത്രമാണെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മാട്ടായിലുള്ള യുവാക്കള് ഇറങ്ങി തിരിച്ചൊരു പ്രതിഷേധത്തിന്റെ രൂപമാണ് ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏകദേശം 4 വർഷത്തോളമായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥ. ബന്ധപ്പെട്ട അധികാരികളോടൊക്കെ പോയിട്ട് സംസാരിച്ചിട്ടുണ്ട്, പഞ്ചായത്തിൽ പോയി സംസാരിച്ചിട്ടുണ്ട്, മെമ്പർമാരോട് സംസാരിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പരിഹരിക്കുമെന്നുള്ള ഒരു നിർദ്ദേശമല്ലാതെ ഒരു തരത്തിലുള്ള പണികളും ഈ റോഡിൽ നടന്നുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ ഇതൊരു സൂചനാ സമരമാണ്. നമ്മുടെ പിന്നെ നിയമപാലകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഞങ്ങളോട് പറഞ്ഞു ഈ റോഡ് തടയുന്നത് അവസാനിപ്പിക്കണം, അതിന് ഒരു തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഇത്തരത്തിൽ തന്നെയാണ് പഞ്ചായത്തും അതുപോലെ തന്നെ ഭരണസമിതിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും വലിയ പ്രതിഷേധങ്ങളുമായിട്ട് ഈ നാട്ടിലെ യുവാക്കള് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രംഗത്തേക്ക് വരുന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതേസമയം പാതയിലെ കുഴികൾ കോറി വേസ്റ്റ് ഉപയോഗിച്ച് ഉടൻ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നും റോഡിന്റെ നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്നും എന്നാൽ പല സാങ്കേതിക പ്രശ്നങ്ങളാൽ പ്രവൃത്തികൾ നീളുകയാണെന്നുമാണ് അധികൃതരുടെ വിശദീകരണം. ബസ് റൂട്ട് ഉൾപ്പെടെയുള്ള റോഡാണ് കാലങ്ങളായി അവഗണനയിൽ കിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആനമങ്ങാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ 100 കടകളിൽ കളക്ഷൻ ബോക്സുകൾ സ്ഥാപിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ധനസമാഹരണം ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആനമങ്ങാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ 100 കടകളിൽ കളക്ഷൻ ബോക്സുകൾ വെച്ചാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരെ സഹായിക്കാൻ ധനസമാഹരണം നടത്തുന്നത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ മുതിർന്ന വ്യാപാരിയായ CP സൈതലവിക്ക് കളക്ഷൻ ബോക്സ് നൽകി വ്യാപാരികളുടെ വയനാട് കൈത്താങ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വളരെ ഭീകരമാണ് അവസ്ഥ. അതിന്റെ ഒരു ദുരന്തം നടന്നതിന്റെ ഒരു നേർക്കാഴ്ച. അതിനപ്പുറത്തേക്ക് അത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അതിനേക്കാൾ ദുരിതം പിടിച്ചൊരവസ്ഥയാണ്. നമ്മളൊക്കെ വാർത്തകളിലും മറ്റുമൊക്കെ കേട്ടതുപോലെ തന്നെ 10-16 ആളുകളുള്ള ഒരു വീട്ടിൽ
ഒരാൾ മാത്രം അവശേഷിക്കുന്ന ഒരു ഭയാനകരമായിട്ടുള്ള അവസ്ഥ ഉണ്ട്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആനമങ്ങാട് യൂണിറ്റിന്റെ സ്ഥാപക പ്രസിഡന്റ് എൻ പീതാംബരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സി ബാലസുബ്രഹ്മണ്യൻ, സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി എം സംഷാദ് അലി, സെക്രട്ടറി സി കെ സിയാസ്, ട്രഷറർ ആസിഫ് കരിമ്പനക്കൽ, ആശ്വാസ് പാലിറ്റീവ് സെക്രട്ടറി ടി അഫ്സാർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. 10 ദിവസത്തെ സമാഹരണത്തിലൂടെ ലഭിക്കുന്ന തുക വ്യാപാരി വ്യവസായ ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയെ ഏൽപ്പിക്കും. 6ാം ക്ലാസ്സുകാരി സാത്വികയുടെ കൊച്ചു സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ്. നജീബ് കാന്തപുരം MLAയുടെ ഓഫീസിലെത്തി സാത്വിക തുക ഏൽപ്പിച്ചു. പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിലെ 6ാം ക്ലാസ്സുകാരി സാത്വിക സന്തോഷാണ് തന്റെ കൊച്ചു സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. നജീബ് കാന്തപുരം MLAയുടെ ഓഫീസിലെത്തി സാത്വിക തുക കൈമാറി. നഗരസഭാ കൗൺസിലർമാരായ സുനിൽ മുഹമ്മദ്, പത്തത്ത് ജാഫർ എന്നിവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി. മണ്ണാർമല സ്വദേശി സന്തോഷ്, അമൃത ദമ്പതികളുടെ മകളാണ് സാത്വിക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവരെ പറ്റി അമ്മയിൽ നിന്നും അറിഞ്ഞും വാർത്തകളിൽ കണ്ടുമാണ് വർഷങ്ങളായി സാത്വിക സ്വരുക്കൂട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. എനിക്ക് വിഷുവിനും അമ്മയും അച്ഛനും തരുന്ന ചില്ലറ പൈസ ആയിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ രാത്രി കിടക്കുമ്പോൾ അമ്മേൻ്റെ കൂടെ കാണും. വയനാട്ടിലെ ഈ ദുരിതഭൂമിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരു സങ്കടം വരും. ഇതിപ്പോൾ നമ്മളുടെ നാട്ടിലാണെങ്കിലോ അതോ എൻ്റെ സ്കൂളിൽ നിന്നാണെങ്കിലോ. അപ്പോൾ അതാലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ കയ്യിൽ ഈ കളക്ഷനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഞാൻ കൊടുത്താലോ എന്ന്. അപ്പോൾ ഇന്നലെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഇത് MLA ഓഫീസ് വഴി നമുക്ക് നജീബ് കാന്തപുരം അങ്കിള് വഴി കൊടുക്കാമെന്ന്. അച്ഛൻ പലപ്പോഴായി കൊടുത്തിരുന്ന തുക സ്വരുക്കൂട്ടിയതെല്ലാം ചേർത്ത് 7670 രൂപയാണ് സാത്വികയുടെ കൊച്ചു സമ്പാദ്യത്തിൽ ഉണ്ടായിരുന്നത്. വയനാട്ടിലെ ദുരിത ബാധിതർക്ക് സഹായവുമായി ശ്രീകൃഷ്ണപുരം സഞ്ജു ഫാഷൻസ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഞ്ജു ഫാഷൻസ് 1,01,000 രൂപ നൽകി. സഞ്ജു ഫാഷൻസിനു വേണ്ടി കെ പ്രവീൺ MLA കെ പ്രേംകുമാറിന് കൈമാറി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ MK ദ്വാരകാനാഥൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B രാജേഷ് എന്നിവർ പങ്കെടുത്തു. ഇക്കഴിഞ്ഞ കാലവർഷക്കെടുതിയിൽ വയനാട്ടിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദുരന്തമാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. നാടിനെ കരകയറ്റുന്നതിനു വേണ്ടി നാനാഭാഗങ്ങളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ഇന്ന് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശ്രീകൃഷ്ണപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ടുള്ള സഞ്ജു ഫാഷൻസ് 1,01,000 രൂപ ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ആ നല്ല മനസ്സിന് നന്ദിയും സ്നേഹവും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ സർക്കാർ മൃഗാശുപത്രി കെട്ടിടം തകർച്ചയുടെ വക്കിൽ. 2.5 പതിറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടമാണ് ചോർന്നൊലിച്ച് അപകടാവസ്ഥയിലായത്. കുമരമ്പത്തൂർ, പയ്യനേടം, മൈലാമ്പാടം മേഖലയിലുള്ളവർ വളർത്തുമൃഗങ്ങൾക്കുള്ള ചികിത്സയ്ക്ക് ആശ്രയിക്കുന്നത് ഈ മൃഗാശുപത്രിയാണ്. പഴകിയ കെട്ടിടത്തിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ വെള്ളവും ചപ്പുചവറുകളും കെട്ടിക്കിടക്കുകയാണ്. ഇത് നീക്കം ചെയ്യാൻ മുകളിലേക്ക് കയറാൻ കോണിയില്ല. കൂടാതെ സമീപത്തെ പാഴ്മരങ്ങളും കെട്ടിടത്തിനു ഭീഷണിയാണ്. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിൽ മരുന്നുകൾ സൂക്ഷിക്കാൻ പോലും നിർവാഹമില്ലാത്ത സ്ഥിതിയാണ്. ജീവനക്കാരും ഭീതിയോടെയാണ് കഴിയുന്നത്. അടിയന്തരമായി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ജീവനക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പുതുതായി അനുവദിച്ച +2 കോഴ്സുകൾ ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ P ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. 60 സീറ്റുകൾ വീതമുള്ള ഒരു ഹ്യൂമാനിറ്റീസ് ബാച്ചും ഒരു കൊമേഴ്സ് ബാച്ചുമാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പുതുതായി അനുവദിച്ചത്. ഇതോടെ സ്കൂളിൽ കൊമേഴ്സിന് 2 ബാച്ചുകളും ഹ്യൂമാനിറ്റീസിന് 4 ബാച്ചുകളുമായി. സയൻസിന്റെ 2 ബാച്ചുകളും കമ്പ്യൂട്ടർ സയൻസിന്റെ 1 ബാച്ചും സ്കൂളിൽ നിലവിലുണ്ട്. പുതിയ +1 ബാച്ചുകൾ നഗരസഭാ ചെയർമാൻ P ഷാജി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുൽഫിക്കർ അലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി ചെയർമാൻ നെച്ചീൽ മൻസൂർ, കൗൺസിലർ ഹുസൈൻ നാസർ, സ്കൂൾ പ്രിൻസിപ്പൽ സുഹറ, പ്രധാനാധ്യാപിക ശൈലജ, ഷൈൻ, മുസ്തഫ മിർഷാദ് എന്നിവർ സംസാരിച്ചു. മലപ്പുറം ജില്ലയിലെ +1 സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ
120 താൽക്കാലിക ബാച്ചുകളാണ് ഈ വർഷം അനുവദിച്ചത്. 74 സർക്കാർ സ്കൂളിലേക്കാണ് ഈ ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ളത്. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ലിങ്ക് റോഡായ മംഗലാംകുന്ന് ശ്രീകൃഷ്ണപുരം സൊസൈറ്റി റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. MLA കെ പ്രേംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രഥമ പരിഗണനയിൽ വരുന്ന ഒന്നാണ് റോഡ്. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വളരെ പ്രാധാന്യമേറിയ ഗൗരവപ്പെട്ട ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഗ്രാമപഞ്ചായത്തിലും 100 കണക്കിന് കിലോമീറ്റർ റോഡ് ഗ്രാമപഞ്ചായത്തിൻ്റേത് മാത്രമായി പഞ്ചായത്തിൻ്റെ ആസ്തിയിലുണ്ട്. ഏതാണ്ട് 80% വരുന്ന വീടുകളിലേക്കും വാഹനം പോകാവുന്ന സൗകര്യമുള്ള നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം വിനിയോഗിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സൈദാലി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C ഹരിദാസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K സുമതി, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ K ഉഷാകുമാരി, MK ദ്വാരകാനാഥൻ, സെക്രട്ടറി S ജയപ്രകാശ്, B രാജേഷ്, P ഗിരീശൻ, AP ഗിരീഷ് ബാബു എന്നിവർ സംസാരിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണത്തിന്റെ 2ാം ഘട്ടം കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KM ഹനീഫ അധ്യക്ഷത വഹിച്ചു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11.60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 250 കുടുംബങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തത്. സ്ഥിരം സമിതി അധ്യക്ഷരായ K ഷൗക്കത്ത്, K അനസ്, സമീറ സലീം, മുൻ പ്രസിഡന്റ് ഉമ്മർ കുന്നത്ത്, M മോഹനൻ, C വിജിത, C ചാമി, P രതീഷ്, K മണികണ്ഠൻ, K രുക്മിണി, സെക്രട്ടറി M സന്തോഷ് കുമാർ, ICDS സൂപ്പർവൈസർ ചിത്ര, KT രാമേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കട്ടില് സ്വാഭാവികമായും പ്രായമായവരെ സംബന്ധിച്ച് അവർക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന, മറ്റുള്ളവരുടെ ആശ്രയത്തിലും തണലിലും ഒക്കെ ജീവിക്കുമ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്ത് തന്നതാണ് എന്ന് പറയുന്ന ആ അഭിമാനത്തോടെ സന്തോഷത്തോടെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിൽ ഇവിടെ 100 കണക്കിന് കട്ടിലാണ് വിവിധ ഘട്ടങ്ങളിലായിട്ട് വിതരണം ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ചെറുപ്പശ്ശേരി മേഖലാ കുടുംബസംഗമം സംഘടിപ്പിച്ചു. സൈബർ ബോധവൽക്കരണ ക്ലാസ്, കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. രാവിലെ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഷെക്കീൽ അഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ജനറൽ ബോഡി യോഗത്തിന് ശേഷം നടന്ന കുടുംബസംഗമം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായി നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ഇനി എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ സംഘടന പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ടുണ്ടാവും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറവുകളുണ്ടാകും, നേട്ടങ്ങളുണ്ടാകും. ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ഒരു സംഘടനയെ സംബന്ധിച്ച്, ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനയെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു കാര്യമാണ്. സിനി ആർട്ടിസ്റ്റ് ഹരിനമ്പോധ വിശിഷ്ട അതിഥിയായി. മേഖലാ സെക്രട്ടറി ജാഫർ സ്വരം, ജില്ലാ സെക്രട്ടറി SS അൻസാരി തുടങ്ങിയവരും മറ്റ് ഭാരവാഹികളും പങ്കെടുത്തു. SSLC, +2 ഉന്നത വിജയികളെയും മുതിർന്ന അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. സൈബർ ബോധവൽക്കരണ ക്ലാസ്, ഗാനമേള എന്നിവയും തുടർന്ന് നടന്നു. സന്തുഷ്ട കുടുംബം എന്ന വിഷയത്തിൽ അധ്യാപകനായ P സക്കീർ ഹുസൈൻ്റെ മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായി. അകാലത്തിൽ പൊലിഞ്ഞ ക്രിക്കറ്റ് പ്രേമിയായ സുഹൃത്തിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ കൂട്ടുകാർ ചേർന്ന് വൺഡേ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. 50,000 രൂപ കുടുംബത്തിനെത്തിക്കാൻ ഇവർക്കായി. തച്ചനാട്ടുകര ക്രിക്കറ്റ് ക്ലബ്ബാണ് ഈ മാതൃകാ മത്സരം സംഘടിപ്പിച്ചത്. 2 വർഷം മുന്നേ അപകടത്തിൽ മരിച്ച നാട്ടുകൽ പാറപ്പുറം സ്വദേശിയായ ഷഫീഖ് നെടുംപാറയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം എത്തിക്കാൻ ലക്ഷ്യമാക്കിയാണ് വൺഡേ സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചത്. 8 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ 9 വിക്കറ്റിന് ബൊക്ക സ്പോർട്ടിംഗ് വരോഡിനെ പരാജയപ്പെടുത്തി യങ്സ്റ്റേഴ്സ് തച്ചനാട്ടുകര ജേതാക്കളായി. മികച്ച കളിക്കാരനായി സുരേഷ് കീർത്തിയെ തിരഞ്ഞെടുത്തു. മത്സരത്തിൽ നിന്നും 50,000 രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. ഈ തുക പൂർണ്ണമായും കുടുംബത്തിന് കൈമാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മികച്ച ക്രിക്കറ്റ് പ്ലെയറും അറിയപ്പെടുന്ന അമ്പയറുമായിരുന്നു ഷഫീഖ്. തുടർന്നുള്ള വർഷങ്ങളിലും ഷഫീഖിൻ്റെ പേരിൽ മത്സരം നടത്താനാണ് തീരുമാനമെന്ന്
ക്രിക്കറ്റ് ക്ലബ് അംഗവും തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് അംഗവുമായ EM നവാസ് പറഞ്ഞു. ഏതായാലും നല്ലൊരു സദ്യമത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. ഷഫീഖിനെ ക്രിക്കറ്റ് അറിയുന്ന എല്ലാവർക്കും അറിയാം. എല്ലാ ക്രിക്കറ്റ് മൈതാനങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു. റഫറിയായിട്ടും അതോടൊപ്പം ക്രിക്കറ്റ് കളിക്കാരനായിട്ടൊക്കെ ഒരുപാട് കാലം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ ഇത്തരത്തിലുള്ളൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് IAP ഷെരീഫ്, സെക്രട്ടറി T ഹാരിസ്, ഭാരവാഹികളായ A ഷിഹാബുദ്ദീൻ, മുസ്തഫ ചോളോട്, ഫൈസൽ പുതുമനക്കുളമ്പ്, സമദ് അണ്ണാൻതൊടി, അജി അണ്ണാൻതൊടി, അബി അണ്ണാൻതൊടി എന്നിവർ മത്സരം നിയന്ത്രിച്ചു. തച്ചനാട്ടുകര ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സീസൺ 1 ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 ദിവസങ്ങളിൽ നടക്കും. കേരളത്തിലെ പ്രമുഖ കളിക്കാർ പങ്കെടുക്കുമെന്ന് സെക്രട്ടറി T ഹാരിസ് പറഞ്ഞു. തച്ചനാട്ടുകര ക്രിക്കറ്റ് ലീഗ് എന്നതിൽ ഫസ്റ്റ് ലീഗാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ പ്ലേയേഴ്സുകൾക്കും അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ക്രിക്കറ്റ് മൈതാനങ്ങളിൽ അറിയപ്പെടുന്ന ഒരുപാട് പ്ലേയേഴ്സുകൾ ഈ ഗ്രൗണ്ടിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് എല്ലാ ക്രിക്കറ്റ് പ്രേമികളെയും ഞങ്ങൾ തച്ചനാട്ടുകര ഗ്രൗണ്ടിലേക്ക് ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 1 എന്ന തീയതികളിൽ ക്ഷണിക്കുന്നു. ഒന്നാം സമ്മാനമായി 1 ലക്ഷം രൂപയും രണ്ടാം സമ്മാനമായി 50,000 രൂപയുമാണ് വിജയികളെ കാത്തിരിക്കുന്നത്. പുരോഗമന കലാസാഹിത്യ സംഘം ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാടക സദസ്സ് സംഘടിപ്പിച്ചു. നാടക പ്രവർത്തകൻ പ്രൊഫസർ P ഗംഗാധരൻ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നാടക സദസ്സ് സംഘടിപ്പിച്ചത്. കേരളീയ സമൂഹത്തിന്റെ വികാസത്തിൽ നാടക പ്രസ്ഥാനത്തിന്റെ പങ്ക് എന്ന വിഷയത്തിലാണ് സദസ്സ് സംഘടിപ്പിച്ചത്. ജനകീയ നാടക പ്രവർത്തകൻ പ്രൊഫസർ P ഗംഗാധരൻ പ്രഭാഷണം നടത്തി സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റും കുഞ്ചൻ സ്മാരക ഭരണസമിതി അംഗവുമായ M രാജേഷ് അധ്യക്ഷനായി. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, സംസ്ഥാന കമ്മിറ്റി അംഗം E രാമചന്ദ്രൻ, ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റി അംഗം ഹരി, യൂണിറ്റ് സെക്രട്ടറി K ശ്രീനി, മുളഞ്ഞൂർ യൂണിറ്റ് സെക്രട്ടറി M ശങ്കരനാരായണൻ, കമ്മിറ്റി വൈസ് പ്രസിഡന്റ് T മണികണ്ഠൻ, പുരോഗമന കലാസാഹിത്യ സംഘം ലക്കിടിപ്പേരൂർ പഞ്ചായത്ത് സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഒറ്റപ്പാലം നഗരസഭ സാക്ഷരതാ മിഷൻ ഹയർ സെക്കൻഡറി തുല്യത 7ാം ബാച്ച് അധ്യാപകരെ ആദരിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപിക ശ്രീകല പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പഠിതാക്കൾ സമാഹരിച്ച തുക പ്രോഗ്രാം ലീഡർമാരും പഠിതാക്കളും ചേർന്ന് കോഴ്സ് കോർഡിനേറ്റർ C അരുണയ്ക്ക് കൈമാറി. പരിപാടിയിൽ അധ്യാപകരും പ്രേരകന്മാരും പങ്കെടുത്ത് സംസാരിച്ചു. ഒരു ഇടവേള കൂട്ടി. വാർത്തകൾ തുടരുന്നു. കടമ്പഴിപ്പുറം പുലാപ്പറ്റ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തി പ്രഭാഷണം സംഘടിപ്പിച്ചു. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി മുഖ്യപ്രഭാഷണം നടത്തി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് CP കുട്ടിശങ്കരൻ അധ്യക്ഷനായി. തുടർന്ന് ഭാഗവത ആചാര്യ തെക്കേപ്പാട്ട് നളിനിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണവും ഉണ്ടായിരുന്നു. ജയദേവൻ, P രാമേന്ദ്രൻ എന്നിവരും സംസാരിച്ചു. മണ്ണാർക്കാട് കരിമ്പ ഓട്ടോറിക്ഷ തൊഴിലാളി ചാരിറ്റി കൂട്ടായ്മ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. 100 കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ക്യാമ്പയിൻ്റെ ഭാഗമായത്. കരിമ്പ പനയമ്പാടം മദർസ ഹാളിൽ നടന്ന ക്യാമ്പയിൻ ചെയർമാൻ ഫിറോസ് പാലക്കാട് ഉദ്ഘാടനം ചെയ്തു. ആപത്ത് ഘട്ടങ്ങളിൽ പൊതുജനങ്ങൾക്ക് സ്വാതന്ത്ര്യമേകുകയാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം. ചടങ്ങിൽ 100 കണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അംഗങ്ങളായി. തുടർന്ന് ദേശീയപാതയിലൂടെ റാലിയും നടത്തി. വാണിജ്യ വാർത്തകൾ. വന്ധ്യതാ ചികിത്സ ഉൾപ്പെടെ ഫലപ്രദമായ ചികിത്സകളുമായി PKFS ഹോമിയോപ്പതിക് ലൈഫ് കെയർ ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യാലിറ്റി സെൻറ്റർ ചെർപ്പളശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. P മമ്മിക്കുട്ടി MLA ഹോമിയോപ്പതിക് ലൈഫ് കെയർ ഉദ്ഘാടനം ചെയ്തു. ജപ്പാൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള രോഗനിർണയവും ജർമ്മൻ മെഡിസിനുകളുമാണ് ഇവിടുത്തെ പ്രത്യേകത.
ചെർപ്പളശ്ശേരി EMS റോഡിലാണ് ഫലപ്രദമായ ഹോമിയോ ചികിത്സകളുമായി PKFS ഹോമിയോപ്പതിക് ലൈഫ് കെയർ ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യാലിറ്റി സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ P. മമ്മിക്കുട്ടി MLA സംരംഭം ഉദ്ഘാടനം ചെയ്തു. മറ്റ് വിശിഷ്ടാതിഥികളും സ്ഥാപനാധികൃതരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായി. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വന്ധ്യതാ ചികിത്സ ഉൾപ്പെടെ നൂതന ചികിത്സാ രീതികളുമായാണ് PKFS ഹോമിയോപ്പതിക് ലൈഫ് കെയർ തുറന്നിട്ടുള്ളത്. പുരുഷ വന്ധ്യതയ്ക്കും സ്ത്രീ വന്ധ്യതയ്ക്കും യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ കുറഞ്ഞ ചെലവിൽ ഹോമിയോപ്പതി ചികിത്സയിലൂടെ പരിഹാരം ഇവർ ഉറപ്പു നൽകുന്നു. ജപ്പാൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള രോഗനിർണയവും കൂടുതൽ ഫലപ്രാപ്തിയുള്ള ജർമ്മൻ മെഡിസിനുകളുമാണ് ഇവിടുത്തെ പ്രത്യേകതയെന്ന് ഉടമകൾ പറഞ്ഞു. ഹായ്, ഞാൻ ഡോക്ടർ എ പ്രിൻസി ഖദീജ ഫാത്തിമ. PKF ഹോമിയോ ലൈഫ് കെയർ ആൻഡ് ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യാലിറ്റി സെൻറ്ററിൻ്റെ പ്രത്യേകതകളാണ് ആദ്യം തന്നെ ഞങ്ങൾ അറിയിക്കാൻ പോകുന്നത്. മെയിനായിട്ട് നമ്മൾ ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് രോഗനിർണയങ്ങളെല്ലാം നമ്മൾ രോഗം കണ്ടെത്തുന്നത്. ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ തന്നെ യൂറോപ്യൻ മെയ്ഡ് സോഫ്റ്റ്വെയറും ജർമ്മനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത മരുന്നുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ചികിത്സ ചെയ്യുന്നത്. പ്രധാനമായും ഇൻഫെർട്ടിലിറ്റി IVF ചെയ്ത് പരാജയപ്പെട്ടുന്ന കേസുകളിൽ അതിൻ്റെ കാരണം കണ്ടെത്തി കൃത്യമായ രോഗലക്ഷണങ്ങളും ടെസ്റ്റുകളും എല്ലാം ചെയ്ത് എന്നിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതും ജർമ്മനിയിൽ നിന്ന് നേരിട്ട് മരുന്നുകൾ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല യാതൊരുവിധ സർജറിയും കൂടാതെ തന്നെ നമുക്ക് ട്രീറ്റബിളാണ്. അലർജി തുടങ്ങിയ വ്യത്യസ്ത രോഗങ്ങളിൽ പല തരത്തിലുള്ള രോഗങ്ങൾക്ക് യാതൊരുവിധ ഓപ്പറേഷനും ഇല്ലാത്ത ചികിത്സയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ചാണ് നമ്മൾ രോഗനിർണയം നടത്തുന്നത് എന്ന്. പ്രധാനമായിട്ട് നമ്മൾ ഒരു മാഗ്നറ്റിക് അനലൈസർ ഉപയോഗിച്ച് നിങ്ങളുടെ ബോഡി ഹെഡ് ടു ഫുട്ട് സ്കാൻ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ആ സ്കാനിങ്ങിൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ മൊത്തം ബോഡിയിലുള്ള എല്ലാ വൈറ്റമിൻസ് ആണെങ്കിലും എല്ലാം കണ്ടൻസിനെ കുറിച്ചിട്ടും നമുക്കൊരു സ്കാനിങ് എടുക്കുകയും അതിൽ മൂലം നമുക്ക് മെയിനായിട്ട് അനാവശ്യ ടെസ്റ്റുകൾ ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. സോ അതിൽ നമുക്കൊരു വേരിയേഷൻ കാണിക്കുന്നത് മാത്രം നിങ്ങൾ ടെസ്റ്റ് ചെയ്താൽ മതിയാവും. 6 വർഷമായിട്ട് നമ്മൾ എലിയപ്പറ്റ വളരെ സക്സസ്ഫുള്ളായിട്ട് 500-ലധികം രോഗികളെ ചികിത്സിക്കുകയും വളരെ സക്സസ്ഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രോഗികളുടെ ആവശ്യപ്രകാരം തന്നെ നമ്മൾ ചെർപ്പളശ്ശേരി ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ഇതൊരു സ്പെഷ്യാലിറ്റി സെൻ്ററായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അലർജി, ശ്വാസകോശ രോഗങ്ങൾ, അസ്ഥിവാതരോഗങ്ങൾ, പകർച്ചവ്യാധികൾ, ത്വക്കുരോഗങ്ങൾ, സ്ത്രീരോഗങ്ങൾ, പ്രതിരോധ ചികിത്സ, ശിശുരോഗങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, നേത്രരോഗങ്ങൾ, ഉദരരോഗങ്ങൾ എന്നിവയ്ക്കുള്ള ചികിത്സകളും മറ്റ് ചികിത്സകളും ഇവിടെ ലഭ്യമാണ്. വ്യക്തിഗത കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ, ദുശീലങ്ങൾ, മറ്റ് മാനസിക പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള കൗൺസിലിംഗും ഇവിടെ നൽകുന്നു. ഡോക്ടർ എ പ്രിൻസി ഖദീജ ഫാത്തിമ തിങ്കൾ മുതൽ വ്യാഴം വരെയും മിസ് റാബിയ ടിയെ എല്ലാ ഞായറാഴ്ചയും ഇവിടെ പരിശോധന നടത്തും. ആയുർവേദവും സിദ്ധവൈദ്യവും പാരമ്പര്യ നാട്ടുവൈദ്യവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സയും സിദ്ധവൈദ്യൻ ഫിസീഷ്യൻ ജോസഫ് കളത്തിലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നൽകുന്നുണ്ട്. ABL അസോസിയേറ്റ്സ് ആയുഷ് ക്ലിനിക്ക് കൂടിയാണ് PKFS ഹോമിയോപ്പതിക് ലൈഫ് കെയർ.
നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് വർണ്ണവിസ്മയമേകാൻ സെഡ്ഷോപ്പി ദ പെയിൻറ് സ്റ്റുഡിയോയുടെ ഏറ്റവും പുതിയ ഷോറൂം അങ്ങാടിപ്പുറത്ത് മലപ്പുറം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. പെയിന്റിംഗ് മേഖലയിലെ എല്ലാവിധ ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ കളക്ഷനുമായാണ് സെഡ്ഷോപ്പി അങ്ങാടിപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പെയിന്റിംഗ് ഹാർഡ്വെയർസ് മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ന്യൂ നാഷണൽ ഹാർഡ്വെയറിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂമായ സെഡ്ഷോപ്പി ദ പെയിന്റ് സ്റ്റുഡിയോയുടെ 11ാമത് ബ്രാഞ്ചാണ് അങ്ങാടിപ്പുറത്ത് മലപ്പുറം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത്. പെയിന്റിംഗ് മേഖലയിലെ എല്ലാവിധ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയാണ് സെഡ്ഷോപ്പി ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത്. വിശാലമായ ഷോറൂമിൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടി ഒരുക്കിയ സെഡ്ഷോപ്പിയിൽ ഒരു വീടിനാവശ്യമായ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും പെയിന്റിംഗ് ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. മിതമായ നിരക്കിൽ അതിവിപുലമായ സെലക്ഷനോടുകൂടി മനസ്സിനിണങ്ങിയ വർണ്ണങ്ങൾ സെഡ്ഷോപ്പിയിൽ നിന്നും ഉപഭോക്താക്കൾക്ക് തിരഞ്ഞെടുക്കാനാവും. കൂടാതെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കമ്പ്യൂട്ടറൈസ്ഡ് പെയിന്റ് മിക്സിംഗിലൂടെ ഇഷ്ടപ്പെട്ട വർണ്ണങ്ങൾ നിർമ്മിച്ചെടുക്കാനുള്ള സൗകര്യവും സെഡ്ഷോപ്പിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ദിവസം പർച്ചേസ് ചെയ്ത ഓരോ 100 ലിറ്റർ പെയിന്റിനും 50 ലിറ്റർ പെയിന്റ് സൗജന്യമായി നൽകി. കൂടാതെ നറുക്കെടുപ്പിലൂടെ 20 ലിറ്റർ പെയിന്റ് സൗജന്യമായി നേടാനുള്ള അവസരവും സെഡ്ഷോപ്പിയിൽ ഒരുക്കിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മഴ. പാലക്കാട് ജില്ലാതല അവലോകന യോഗം കളക്ടറേറ്റിൽ ചേർന്നു. ജില്ലയിൽ 173ഓളം വീടുകൾ പൂർണ്ണമായും 344 വീടുകൾ ഭാഗികമായും തകർന്നതായി റിപ്പോർട്ട്. പട്ടാമ്പി പാലം പരിശോധന നടത്തി അറ്റകുറ്റപ്പണിക്കായി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നിർദ്ദേശം. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനെത്തിയ തമിഴ്നാട് സ്വദേശിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് 5 പേർ അറസ്റ്റിൽ. കോയമ്പത്തൂർ സ്വദേശികളായ കൊട്ടേഷൻ സംഘത്തെയാണ് അറസ്റ്റ് ചെയ്തത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കൊട്ടേഷനാണിതെന്ന് പോലീസ്. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ ഗ്രാമീണ റോഡുകളുടെ വികസനം ഉൾപ്പെടെ വിവിധ പദ്ധതികൾക്ക് 6 കോടി രൂപ അനുവദിച്ചതായി എൻ ശംസുദ്ദീൻ MLA. അലനല്ലൂർ കണ്ണംകുണ്ട് പാലത്തിന് വീണ്ടും 5 കോടി. വൈകാതെ പാലം നിർമ്മാണത്തിന് അനുമതി ലഭിക്കുമെന്നും MLA. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവരുടെ കണ്ണീരൊപ്പാൻ സഹായഹസ്തവുമായി കൂടുതൽ പേർ. തന്റെ കൊച്ചു സമ്പാദ്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി 6ാം ക്ലാസ്സുകാരി സ്വാതിക. ദുരന്തബാധിതരെ സഹായിക്കാൻ 100 കടകളിൽ കളക്ഷൻ ബോക്സുകൾ സ്ഥാപിച്ച് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആനമങ്ങാടി യൂണിറ്റ്. വല്ലപ്പുഴ യാറം മാട്ടായി റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധം ശക്തം. നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ യാത്ര ദുരിതപൂർണമെന്ന് നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.